2025 ഫെബ്രുവരി നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട 6 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഒന്നാമത്തത് ഇൻസ്റ്റാഫെയിൽ. ഇത് ആക്ച്വലി ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്പ് അല്ല. പക്ഷേ ഈ ആപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇത് GB ഇൻസ്റ്റഗ്രാം പോലെയുള്ള പരിപാടികളൊന്നുമല്ല. ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ അല്ലെങ്കിൽ മെറ്റ ഡെവലപ്പേഴ്സിന് മാത്രം കിട്ടുന്ന ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഉള്ള കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഫെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം വെച്ച് ലോഗിൻ ചെയ്യാം. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് അല്ല. അപ്പോൾ കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ ചില സമയത്ത് നിങ്ങളുടെ ഫോണിൽ വർക്ക് ആവാം, ചില സമയത്ത് വർക്ക് ആവില്ല. എൻ്റെ OnePlus ഓപ്പണിൽ ഈ സാധനം വർക്ക് ആവുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്പ് ഇൻ 2025. അടുത്ത ആപ്പാണ് റിമൈൻഡ് മീ. നിങ്ങൾക്കറിയാം സാംസങ് ഫോണുകളിൽ നമ്മൾ റിമൈൻഡേഴ്സോ അലാമോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എടുത്ത് ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ആ ഒരു സ്ക്രീൻ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അവെയർ ആയിരിക്കും എന്തെങ്കിലും മീറ്റിംഗ്സോ റിമൈൻഡേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ. അതേപോലെ നിങ്ങൾക്ക് ഏത് ആൻഡ്രോയിഡ് ഫോണിനെ മാറ്റാനായിട്ട് റിമൈൻഡ് മീ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് എടുക്കുക. ആപ്പ് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം എന്താണോ റിമൈൻഡ് ചെയ്യേണ്ടത് അത് വെക്കുക. ഫോർ എക്സാമ്പിൾ കുപ്പി എടുക്കാൻ പോവുക എന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ കുപ്പി എടുക്കാൻ പോകുന്ന ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഡേറ്റ് കൊടുക്കാം ആൻഡ് ടൈമും കൊടുക്കാം. ആ ടൈം ആവുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ നിറഞ്ഞ് ഒരു നോട്ടിഫിക്കേഷൻ വരും. യൂഷ്വലി നമ്മുടെ ഫോണിൽ നമ്മൾ റിമൈൻഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ചെറുതായിട്ട് വരുള്ളൂ. ചിലപ്പോൾ അത് നമ്മളിങ്ങനെ നോട്ടിഫിക്കേഷൻ സ്വൈപ്പ് ചെയ്ത് കളയുന്നതിനനുസരിച്ച് പോകാനും ചാൻസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യും. അടുത്ത ആപ്പാണ് ഫീഡ്ബാക്ക്. ഇത് ആക്ച്വലി എല്ലാവർക്കും ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. നിങ്ങൾ ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടോ അതിനകത്തെല്ലാം ഇതുണ്ട്. നിങ്ങളുടെ ഒരൊറ്റ അക്കൗണ്ട് വെച്ചിട്ട് സിങ്ക് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് മാക്ക് ആണെന്നുണ്ടെങ്കിൽ മാക്കിലുണ്ട്, വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസിലുണ്ട്, ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പിലുണ്ട്, ഐപാഡ് ആണെങ്കിൽ ഐപാഡിലുണ്ട്, ഫോൺ ആണെങ്കിൽ ഫോണിലുണ്ട്, ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡിലുണ്ട്. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂസസ് മൊത്തം നിങ്ങൾക്ക് ക്യൂറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരിടത്ത് ടെക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ ഇവിടെ വന്ന് അപ്ഡേറ്റ് ആയി കിടന്നോളും. ആൻഡ് അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. MKBHDയുടെ യൂട്യൂബ് ചാനലാണ് ഞാൻ ഇതിനകത്ത് ഒരു എക്സാമ്പിളായിട്ട് ആഡ് ചെയ്തത്. MKBHD ഏതെങ്കിലുമൊക്കെ വീഡിയോ ഇടപ്പോൾ എനിക്കിതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കും. ഇതേപോലെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ആഡ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ കാറ്റഗറി ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണം അതെല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ സ്ഥലത്ത് നിങ്ങൾ പുതിയ ടാബ് ഒന്ന് സെർച്ച് ചെയ്തെടുക്കുകയെന്ന് വേണ്ട, കറക്റ്റായിട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ആപ്പാണ് ഒക്ടി. ഈ ഒക്ടി ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡിവൈസസ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ 2 ആൻഡ്രോയിഡ് ഫോണ്, ഒരു ആൻഡ്രോയിഡ് ടാബ്ലറ്റ്, ഒരു വിൻഡോസിൻ്റെ ലാപ്ടോപ്പ്, റിവ്യൂ യൂണിറ്റ് ആയിട്ട് വന്നിട്ടുള്ള OnePlus 13, അതുപോലെ തന്നെ നത്തിങ്ങിൻ്റെ ഡിസ്ക്ലോസ് ചെയ്യാത്ത ഫോണ്. ഇതിൻ്റെ എല്ലാം ഒരു ഡേറ്റ എനിക്ക് ഒരൊറ്റ ഡിവൈസിൽ മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ആപ്പ്. ഈ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ഫോണുകളെല്ലാം കൂടി നമുക്ക് ഇതിനകത്ത് സിങ്ക് ചെയ്ത് വെക്കാം. സിങ്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരുപാട് ഡേറ്റയൊന്നും നമുക്ക് കിട്ടില്ല. അതിനകത്ത് വരുന്ന മെസ്സേജുകളൊന്നും എടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ ആ ഫോണിൻ്റെ എല്ലാ ബാറ്ററി പെർസെൻറ്റേജ് എത്രയുണ്ട്, അതുപോലെ തന്നെ അതിപ്പം വർക്കിംഗ് ആണോ ഓൺലൈൻ ആണോ എന്നിങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള കുറച്ച് ഡേറ്റാസ് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു 10 ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ 10 ഡിവൈസസ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഒരിടത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതെല്ലാവർക്കും ഉപയോഗമുള്ള സാധനമല്ല, പക്ഷേ ടെക് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണ്. സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആപ്പ് റീസെൻ്റ്ലി ഒരുപാട് ട്രാവൽ ചെയ്ത സമയത്ത് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു ആപ്പാണ് കേട്ടോ. ഈ ആപ്പിൻ്റെ പേരാണ് സ്റ്റേ പുട്ട്. ആപ്പ് ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ചാർജിങ് പോർട്ടുകളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പബ്ലിക് ചാർജിങ് പോർട്ട് കാണും. അങ്ങനെയുള്ള ചാർജിങ് സ്റ്റേഷൻസ് കാണും. അവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ആരെങ്കിലും നിങ്ങളുടെ ഫോണിനെ അൺപ്ലഗ് ചെയ്യാൻ ശ്രമിച്ചാൽ ഭയങ്കരമായിട്ട് ഇത് വോ 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 എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കും. ഇതിന് 2 ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഫോൺ ആരും അടിച്ചു മാറ്റിക്കൊണ്ട് പോകില്ല. രണ്ടാമത്തത്, നിങ്ങൾ ഫോൺ അവിടെ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് ഏതെങ്കിലും സീറ്റിലിരുന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മയങ്ങുമായിരിക്കും. ആ സമയത്ത് ആരെങ്കിലും ഫോൺ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ അൺപ്ലഗ് ചെയ്തിട്ട് അവൻ്റെ ഫോൺ കുത്തി കയറ്റിയാലോ നിങ്ങൾക്ക് പിടിക്കാം. ഫൈനൽ ആയിട്ടുള്ള ആപ്പ് ഇത് ആക്ച്വലി പ്രൊഡക്റ്റീവായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്രദമാവും. കാരണം ലേറ്റർ ലിങ്ക്സ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ലിങ്കുകൾ സേവ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ചില സമയത്ത് ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ചുമ്മാ ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് സ്ക്രോൾ ചെയ്യും.
അപ്പോൾ എനിക്ക് നാളെ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു കോണ്ടന്റോ അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു ദിവസം ഒരു ഉപയോഗം ഉണ്ടാവുന്ന തരത്തിലുള്ള ഇൻഫർമേഷനോ പാസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും അത്. ഈ ഒരു സിറ്റുവേഷൻ ചില സമയത്ത് എനിക്ക് യൂട്യൂബിലും സംഭവിക്കും, ഇൻസ്റ്റഗ്രാമിലും സംഭവിക്കും. ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം എടുക്കപ്പോൾ ഒരു റീലായിരിക്കും ഇതേപോലെ വരുന്നത്, ചിലപ്പോൾ യൂട്യൂബ് എടുക്കപ്പോൾ ഒരു വീഡിയോ ആയിരിക്കും. ഇത് പലയിടത്തായിട്ട് സേവ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ലിങ്കുകൾ മൊത്തം നിങ്ങൾക്ക് കോപ്പി ചെയ്തതിന് ശേഷം ലേറ്റർ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ വന്നിട്ട് പ്ലസ് ബട്ടൺ കൊടുത്ത് ലിങ്ക് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനെ നിങ്ങൾക്ക് റീനെയിം ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നാളെ ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഈ ലേറ്റർ ലിങ്ക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് പ്രോപ്പറായിട്ട് കിട്ടും. എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാൻജിയോ ചേട്ടൻ്റെ റെസിപ്പീസ് ഞാൻ ഇതിനകത്ത് നാളെ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാം, മറ്റൊന്ന് ബിരിയാണി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സേവ് ചെയ്ത് വെക്കാറുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ 2025 ഫെബ്രുവരി മാസം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട 6 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ആപ്പൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ.